ഞാൻ പറഞ്ഞിട്ടില്ലേ ആരെങ്കിലും വന്ന വീടിന്റെ അകത്ത് കഴിക്കണം വെടി വാതിൽ തുറക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? വെള്ളം ചോദിച്ചപ്പോ ഞാൻ വെള്ളം കൊടുത്തു. നീ കൊറേ വെള്ളം കുടിക്കുന്നു. നീ ലെറ്റർ കൊടുക്കാൻ വന്നാടാ? നീ ലെറ്റർ കൊടുക്കാം? ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരാളോട് പ്രണയം അറിയിക്കുന്ന പറഞ്ഞാൽ ഫോൺ എടുക്കുക, അപ്പൊ തന്നെ മെസ്സേജ് അയക്കുക. നമുക്ക് ചാറ്റ് ചെയ്തൊക്കെ നമുക്ക് പെണ്ണിനോടായാലും ആണിനോടായാലും നമ്മുടെ ഇഷ്ടം പറയാൻ പറ്റും. പക്ഷേ പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ലേ ആയിരുന്നു. ഒരു ലെറ്റർ എഴുതി അത് നേരിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഏതെങ്കിലും ദൂതം വഴിയൊക്കെ നമ്മളെ കൊണ്ട് എത്തിക്കും. അതിൻ്റെ ബാക്കിയുള്ള പൊല്ലാപ്പുകൾ അതിന് പുറകെ വരും. ഇവിടെ ഒരു പോലീസുകാരൻ്റെ ഭാര്യയ്ക്ക് ഒരു ലെറ്ററും ഒരു ഫോണും കൊടുക്കാൻ ഒരുത്തൻ തയ്യാറായി. എന്താണ് ബാക്കിയുള്ള ഭാഗങ്ങളെന്ന് കാണാം. ഞാൻ പറയട്ടെ നിന്റെ കേട്ടോ. എന്റെ ഇപ്പൊ ആള് വന്നില്ല. ഞാൻ പറഞ്ഞ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്റെ പറയാൻ വേണ്ടി വന്നത് കുറച്ച് കാര്യമുണ്ട്. വാ ഇവിടെ വെച്ചായിരുന്നു കേട്ടോ. എന്റെ കുറച്ച് പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നും പറയാനല്ല, പണിക്ക് വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. പക്ഷെ നിന്റെ അടുത്തുള്ള കമ്പനി കൊണ്ട് ഞാൻ പറയണത്. എന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതെനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കല്യാണമൊക്കെ കഴിച്ചൊക്കെ വരുമ്പോ അതിനുള്ള പ്രശ്നം മനസ്സിലാവേ. അതെനിക്ക് മനസ്സിലായി, അതൊക്കെ മനസ്സിലായി. നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലേ? അല്ല, അതിന്റെ രീതിയൊക്കെ നിങ്ങൾ പറയാൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്തായിരുന്നു ഈ കല്യാണം കഴിക്കുമ്പോ കുടുംബ പ്രശ്നം എല്ലാം നമുക്ക് ആ ഒരു രീതി വരും. അങ്ങനല്ലടാ സംഭവം എന്ന് വെച്ചാണ്ടല്ല, എനിക്കിപ്പം വേറൊരു പെണ്ണ് ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ അത് പറഞ്ഞാൽ മനസ്സിലാവൂല. പിടികിട്ടോ? പിന്നെ ഞാനേ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളതാണ്. ആരാ നിനക്ക് ലയനുണ്ടോ? ഉണ്ടായിരുന്നു. എവിടെയുള്ള? അവക്ക് ഇഷ്ടമില്ലായിരുന്നു. ഞാൻ പറയാൻ വന്ന വെച്ച് കഴിഞ്ഞാ എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ ഒരു വയസ്സാവുക അത്ര വയസ്സൊന്നുമില്ല. പക്ഷെ അവള് കല്യാണം കഴിഞ്ഞതാണ്. മനസ്സിലായില്ലേ? ഞാനും നമ്മളിപ്പോ ഒരു 6 മാസം കൊണ്ട് ഭയങ്കര ഇഷ്ടത്തിലാണ്. എനിക്ക് അവളെ ഇഷ്ടമാണ്, അവൾക്ക് എന്നെ ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവളെ ഭർത്താവ് കലിപ്പാണ്. അവളെ ഭർത്താവും കലിപ്പാണ്. അവളെ ഭർത്താവിന്റെ 2 സഹോദരന്മാരും കലിപ്പാണ്. മനസ്സിലായില്ലേ? അവന്മാര് ഞാനുമായിട്ട് ഇടയ്ക്കൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയി. പ്രശ്നമായി. എന്റെ വീട്ടിൽ അറിഞ്ഞില്ല. മനസ്സിലായില്ലേ? എന്റെ വീട്ടിൽ അറിയാത്തത് എന്റെ നല്ല ഭാഗ്യം. മനസ്സിലായില്ലേ? വിളിച്ചവര് വെച്ചാ അപ്പൊ എന്റെ ഇപ്പോഴത്തെ ഭാര്യ ഞാൻ തിരിക്കും. മാറ്റി അങ്ങനെ ഒരു ഐഡിയ ഉണ്ടല്ലേ? വേറെ വാടക മാറി അങ്ങനെ ചെയ്യണം. എല്ലാ സാധനയാണ്. അപ്പൊ അവളെ വീട്ടിന്റെ അവിടെ എന്ന് വെച്ചാ അവളെ ഭർത്താവ് അപ്പുറം ഇപ്പുറം എല്ലാം പറഞ്ഞിട്ട് പോയിരിക്കും. അയ്യോ. എന്ന് വെച്ചാ എന്റെ വണ്ടി നമ്പറും കൊടുത്ത്, മനസ്സിലായില്ലേ? വണ്ടിയുടെ നമ്പറും കൊടുത്ത് അവരടുത്ത് പറഞ്ഞു കൊടുത്തേക്കാണ്. അവ ഇവിടെ എവിടെയെങ്കിലും വരെയാണെങ്കിൽ അപ്പൊ എന്നെ വിളിക്കണം. മനസ്സിലായില്ലേ? അപ്പോഴും വിളിക്കണം. എനിക്ക് അവള് ലാസ്റ്റായിട്ട് എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് ഭയങ്കര കരച്ചില്. എന്റെ കൂടെ ജീവിച്ചേ പറ്റുള്ളൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് അറിഞ്ഞോളൂ. ഞാൻ കരഞ്ഞുപോയി. കരഞ്ഞോന്ന് വെച്ചാൽ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരില്ല. എത്ര ദിവസമായി ഉറങ്ങിയിട്ടെന്നറിയാം. അല്ല, അവളെ ലാസ്റ്റായിട്ട് കാണാൻ പോവാന്ന് വിചാരിച്ചിരുന്നപ്പം അവളെ ഫോണ് വാങ്ങിച്ച് അവളെ ഭർത്താവ് അടിച്ചു പൊട്ടിച്ചളഞ്ഞു. ഫോണ് വാങ്ങിച്ച് അടിച്ച് പൊട്ടിച്ചളഞ്ഞു. എനിക്കാണെങ്കിൽ വിളിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, ഒന്ന് കാണാൻ പറ്റില്ല. വീട് കുറച്ച് അപ്പുറത്ത് തന്നെ. എനിക്ക് നീ ഇപ്പൊ ഒരു സഹായം ചെയ്തു തരണം. സഹായം എന്ന് വെച്ചാൽ നീ പറ്റൂലെന്ന് മാത്രം പറയില്ല. നീ പറ്റൂലെന്ന് പറഞ്ഞാ ഇനി അടുത്തത് എന്റെ അല്ല, നീ പറ്റൂലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ മരിക്കാൻ തയ്യാറാണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ മരിക്കേണ്ട. നീ എന്റെ അവസാന ആശ്രയം എന്ന് പറഞ്ഞാൽ നീയാണ്. അല്ല,
അങ്ങേറെ ഭർത്താവ് ചേച്ചിയുടെ ഭർത്താവേ ജോലിക്ക് പോയിട്ടുണ്ടോ? അത് ജോലിക്ക് പോയി കാണും. കാണുമല്ലോ. പിന്നെ കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ കാണിച്ച് ചേച്ചി വെളിയിറക്കുക. എന്ത് വെളിയിൽ ഇറക്കിയാൽ ഞാൻ ഒരു കാര്യം പറയാം. അവള് എന്നെ കാണാൻ പറ്റാതെ മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കണായിരിക്കും. എന്റെ മനസ്സ് എങ്ങനെ വിങ്ങണോ അതേപോലെ അവള് ഇപ്പൊ എന്നെ കാണാൻ പറ്റാതെ വിങ്ങിക്കൊണ്ടിരിക്കണായിരിക്കും. ആ വിങ്ങല് നിനക്ക് മനസ്സിലാവും. ഒരാളെ മനസ്സിന്റെ നമുക്കറിയാം. നിനക്ക് മനസ്സിലാവും. നീ അതുകൊണ്ട് ഞാൻ ഇപ്പൊ എനിക്കിപ്പോഴും കാണിച്ചു തന്ന ഞാൻ ചെറിയൊരു ഐഡിയയില് പതുക്കെ വെളിയിലിറങ്ങാം. ഞാൻ വീട് കാണിച്ചു തരാം. നീ എനിക്ക് വേറൊരു ഹെൽപ്പും കൂടെ ചെയ്യേ. പക്ഷെ ഭർത്താവ് ഉണ്ടെങ്കിൽ നടക്കില്ല. ഭർത്താവൊന്നും കാണൂല ഇപ്പൊ. അമ്മയും അവള് പിള്ളേരെ സ്കൂളിൽ വിട്ടായിരിക്കും. അല്ല അവർക്ക് അമ്മ ആരമ്മ? ഭർത്താവും കാണൂലല്ലോ. ഭർത്താവും കാണൂല. നീ എനിക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ട അവൾക്ക് ഒരു ഫോൺ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നോക്കിയയുടെ ഫോൺ. തൽക്കാലം എന്റെ വേറെ വാങ്ങാൻ പൈസ ഇല്ല. ഇത് അവൾക്ക് കൊടുക്കുകയും വേണം. ഞാൻ ഒരു ലെറ്റർ തരും. ഈ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വായിച്ചു ചോദിക്കാം. ഇത്രയും ഞാൻ അവളെ കുറിച്ച് ഇന്നലെ രാത്രി ഉറങ്ങാതെ ഇരുന്ന് എഴുതിയതാണ്. മനസ്സിലായില്ലേ? ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി 3:30 വരെ ഉറങ്ങാതിരുന്ന് എഴുതിയ എഴുത്താണ്. വായിച്ചപ്പോ തന്നെ എനിക്ക് കരച്ചിൽ പറഞ്ഞില്ലേ? അതാണ് എന്റെ അവസ്ഥ. അതുകൊണ്ട് നീ ഈ ഫോണും ഈ ലെറ്ററും അവളെ കയ്യിൽ കൊടുക്കണം. ആരുമില്ല. അവളത് നീ റാമെന്ന് പറഞ്ഞാൽ മതി. ഈ ഫോണും ലെറ്ററും നീ ഇതോടെ അടിച്ചോണ്ട് പോവല്ലേ. ഞാൻ പറയട്ടെ, ഈ ഫോണും കൊടുത്ത് ലെറ്ററും കൊടുത്ത് റാമ തന്നേന്ന് പറയാം. അവള് എനിക്കൊരു ലെറ്റർ തരും. അപ്പോഴ് നമുക്ക് അടുത്ത നീക്കം എന്തെന്ന് അറിയാൻ പറ്റും. ഞാൻ അവിടെ കയറി കഴിഞ്ഞാൽ പണി കിട്ടും. CCTVയിലൊക്കെ ഉണ്ട്. അവിടെ ക്യാമറ അവിടെ ഇല്ല. അവരെ വീടിന്റെ അടുത്തുള്ള വീടുകളിലുണ്ട്. ചിലപ്പോ അവര് പറഞ്ഞു. മനസ്സിലായില്ലേ? മറ്റേ ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് അത് തന്നെ നിന്നെ കണ്ട ഒരു നിഷ്കളങ്കനെ പോലെ തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ നെഞ്ചൊന്ന് വിരിച്ചു വയ്ക്കാം. ആന കുത്താൻ വന്നാലും നെഞ്ച് പിരിച്ചിരിക്കേണ്ടേ. ഇനി ഒന്ന് മാസിന് നടന്നു വന്നാ ഇങ്ങോട്ട് പോ. നമ്മളൊക്കെ നടക്കണ സഹകത്തിൽ എല്ലാവർക്കും എനിക്ക് വെള്ളം മാത്രം. ഞാൻ വേറെ അങ്ങനെയൊന്നും ഉണ്ട്. രാമനൊക്കെ പറഞ്ഞാലേ എനിക്കൊരു സാധനം എനിക്ക് ഈ കാര്യങ്ങൾ നടന്നാൽ വെള്ളം തന്നെ എനിക്ക് എന്റെ പെണ്ണിനെ കാണണം. മനസ്സിലായില്ലേ? കൊടുത്ത അന്വേഷണം മാറ്റിട്ട് തരാം. ഓക്കെ. വീട് ഇത് തന്നെ വീട്. ഈ വീടോ? ഇത് തന്നെ വീട്. ഇപ്പോഴേ ഞാൻ ഇവിടെ വണ്ടി ഇട്ടിരുന്ന ഇതാവും. എന്തായാലും വിളിച്ചാൽ ദൈവത്തെ.
ആരാ അവിടെ തൊട്ടിടുന്നു? ആരാ? റാമോ? എന്ത് തന്നിട്ട്? ഇതെന്തുവാ? ഫോൺ തന്നിട്ട്. പേരെന്തുവാ? എന്റെ പേര് വിനോദ്. വിനോദോ? എന്താ പറഞ്ഞു തന്നിട്ടത്? വായിച്ചു നോക്കാൻ പറഞ്ഞ? എന്നിട്ട് അയാൾ എന്ത് ചെയ്യേ? ചാവുന്നൊക്കെ പറയുന്നത്. എന്തുവാ? ചത്തുപോകുന്നാണ് പറയുന്നത്. ആര് ചാവൂന്ന്? റാമൻ. എന്തിന്? എന്തിന്? ഇല്ലെങ്കിൽ ചത്തുപോകുന്നാണ്. എന്തിനാന്ന് ചോദിക്കാൻ വയ്യായിരുന്ന? നിങ്ങളില്ലെങ്കിൽ പറ്റൂല എന്നാണ് പറയുന്നത്. ഞാനില്ലെങ്കിലോ? വേറെ എന്തൊക്കെ പറഞ്ഞു? വേറൊന്നുമില്ല, നിങ്ങളില്ലെങ്കിൽ ഇങ്ങോട്ട് അമ്മ ആറ്റില് ചാടി ചാവുമെന്നാണ് പറയുന്നത്. ഞാനങ്ങ് പറഞ്ഞിട്ടൊന്നുമില്ല, ആറ്റിലൊന്നും ചാടി ചാവണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കൂട്ടുകാരനാണോ? കൂട്ടുകാരനാണോ? ഞാൻ വിചാരിച്ച് എന്നെ ഇയാള് വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ല. ഇല്ല. ഫോണ് പേരെന്താ പറഞ്ഞേ? എന്റെ പേര് വിനോദ്. വിനോദോ? അവിടെ നിൽക്കുവോ? എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. അത് സിമ്മൊക്കെ ഉണ്ടോ? ഒന്ന് നോക്കി ഇത് ഓൺ ആകുമോ നോക്കി. ഇവിടെ ഇട്ടില്ലേ? ഇങ്ങോട്ട് ഇവിടെ എങ്ങനെ വീടറിയായിരുന്നു? ആര് കാണിച്ചേന്ന്? ആണോ? എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു? എന്നെ വല്ലപ്പോഴൊക്കെ വിളിക്കുമായിരുന്നു. ഹസ്ബൻഡ് ഫോണൊക്കെ അടിച്ചു പൊട്ടിച്ച് അത് പൊക്കി. എന്തോ ചെയ്യാനാ? ഫോൺ സൈലന്റ് ആക്കണം. ഫോൺ സൈലന്റ് ആക്കണം. എനിക്കത് അറിയത്തില്ലായിരുന്നു. കോള് വരുന്നതിന് മുമ്പ് സൈലന്റ് ആക്കിയിട്ട് വൈബ്രേഷൻ ഉണ്ടോ? വൈബ്രേഷൻ ഇട്ട് സൗണ്ട് കേൾക്കൂലേ? ഇല്ലേ? ഓ അത് ശരി. അല്ല നമ്മൾ എവിടെയെങ്കിലും ടേബിളിന്റെ മണ്ടയ്ക്ക് എങ്ങനെ വെച്ചിട്ട് പോണെങ്കിൽ ഫുൾ സൈലന്റ് അങ്ങ് ആക്കണം അല്ലേ? എനിക്ക് ആ ബുദ്ധി പോയില്ല. നമുക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലല്ലോ. എനിക്ക് ഇപ്പോഴും സ്നേഹിക്കാനായില്ല. അതെന്താ ആരും സ്നേഹിക്കാത്തെ? ശ്രമിക്കാൻ വയ്യായിരുന്നു. കാണാനൊക്കെ സുന്ദരനാന്നല്ല? അങ്ങനെ പോകൂല. റാമിനേക്കാളും സുന്ദരനേട്ടാ. പക്ഷെ റാമിനെ പരിചയപ്പെടുന്ന ഞാൻ പരിചയപ്പെട്ടാ മതിയായിരുന്നില്ലേ? നമ്പർ തന്നാ മതിയോ? വിളിക്കുവോ? ഓക്കെ. എനിക്ക് ഉണ്ടല്ലേ? ഉണ്ടാ. ആരാടിത്? ആരാടാ? അണ്ണനാ? ഏതാണ് വേണ്ട? ഹസ്ബൻഡാ? എനിക്കടാ പറയ്ക്ക്. നീ ആരാ? എടുക്കാൻ വന്നത്. നീ ഏത് യൂണിറ്റില്ലേ? ഞാൻ ഇവിടെ താഴത്തെ. കള്ളം പറയാം. ഞാൻ ആരെന്നറിയാലോ? ആരാണ്? ഒരു സാധനം അറിയാലോ. പിന്നെ കള്ളം പറയാൻ നീ ഇവിടെ യൂണിറ്റ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഞാൻ ഇപ്പൊ പുതിയതായിട്ട് വന്നതാണ്. എവിടെ താമസം? താമസം എവിടാ? ഞാൻ കുറ്റാമോടാണ്. നെറ്റത്തുള്ള നീ ഇവിടെ വന്ന് ഇവിടെ? എനിക്ക് ഇവിടെ വർക്കുണ്ട്. എന്താ വർക്ക്? വേസ്റ്റ് ഒക്കെ എടുക്കണേ. വേസ്റ്റ് എടുക്കാൻ വന്നത് സാർ. എന്താടി വേസ്റ്റ് എടുക്കാൻ വേറെ ആൾക്കാരല്ലേ വരുന്നത്? ആരെങ്കിലും വന്ന വീടിന്റെ അകത്ത് കഴിക്കണം, വെടി വാതിൽ ഉറക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ എത്ര വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം ചോദിച്ചപ്പോ ഞാൻ വെള്ളം കൊടുത്തു. നീ കുറെ വെള്ളം കുടിക്കുന്നു. ഇന്ന് കുറെ നീ വെള്ളം കുടിക്കും. സാർ എവിടെ? വേസ്റ്റ് എടുത്തോണ്ട് പൊയ്ക്കോട്ടെ സാറേ. ആ വേസ്റ്റിന് എടുത്തോണ്ട് പോ. അയ്യോ, നീ പിന്നെ ഏത് വേസ്റ്റ് എടുക്കാൻ വന്ന? അത് ആരുടെ? എനിക്കറിയില്ല. നിന്റെ കയ്യിരിക്കുന്ന സാധനം എന്താ? ഒന്നുമില്ല. ഇങ്ങോട്ട് തിരക്കി. ഒന്നുമില്ലട്ടാ. അടി കവാലത്ത് നോക്കി അടിക്കും. ഒന്നുമില്ല. കവാലത്ത് നോക്കി അടിക്കും. സാധനം എടുക്ക. എന്താ ചേച്ചി ഉപയോഗിക്കാൻ വേണ്ടി ചോദിച്ചത്. നീ എന്തിനു ഉപയോഗിക്കാൻ? എന്റെ ഭാര്യക്ക് നീ ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ നീ ആരടാ? ഞാൻ വാങ്ങിച്ചു കൊടുത്തല്ലേ. പിന്നെ ചേച്ചി ഉപയോഗിക്കാൻ ഞാൻ ഇല്ലാത്ത നിന്റെ ഫോണിൽ നിന്നാണ് ഞാൻ അടിച്ചു പൊട്ടിച്ചെന്നെ. അതെ. ആണോ? നിന്റെ ഫോണിനെ ഞാൻ അടിച്ചു പൊട്ടിച്ചാണോ? നിന്റെ ഫോൺ കൈ കൊണ്ട് തുടരുന്നത് ഞാൻ പറഞ്ഞോ?
ലച്ചി അല്ല എന്റെ അല്ല സാറേ ഞാൻ ഏതോ ഒരുത്തനുമായിട്ട് നീ രാത്രിയും പകലും ഇല്ലാതെ നീ ബഹളം കാണിച്ചുകൊണ്ടിരുന്നോണ്ടല്ലേ ഞാൻ ഫോൺ അടിച്ചു പിടിച്ചത് തന്നെ. ഞാനിപ്പോ വിളിക്കുന്നൊന്നും ഇല്ലല്ലോ. പിന്നെ നീ ഈ ഫോൺ മേടിച്ചത് ഇതെന്താ? ഇത് എന്റെ അടിച്ചു എപ്പാന്ന് പറഞ്ഞു ഇതിനെ ഓടിക്കടാ ഇപ്പടി അടി തുറക്കടി വായിക്കടി കുറച്ച് വായിക്കണം. നീ ലെറ്റർ കൊടുക്കാൻ വന്നാടാ? നീ ലെറ്റർ കൊടുക്കാം? ഇല്ല ഞാൻ ഫോണ് എന്റെ ഫോണ് ചാച്ചി ഇത്ര ഉപയോഗിക്കാൻ വേണ്ടി ചോദിച്ചത്. ലെറ്റർ എന്റേത്. വായിക്കോ പറ വാര് കുറച്ച് വാര്. എന്റെ ഭദ്രയ്ക്ക്. ആരെ ഭദ്ര? ആരാടി? നീ തന്നെ. അപ്പൊ എന്റെ ഭദ്രയ്ക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് ആരോ എഴുതിയത് അല്ലേ? വാര്. നിന്റെ ഫോൺ നിന്റെ ഭർത്താവായ പോലീസുകാരൻ ഫോൺ വാങ്ങി വെച്ചതിന് ശേഷം അവനാണ് അടി ഇവൻ. ബാക്കി അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് ആരും കൊണ്ടുവന്നില്ല? ഈ ഫോൺ ആരും കൊണ്ടുവന്ന്? ഭർത്താവായ പോലീസുകാരൻ ഫോൺ വാങ്ങി വെച്ചതിന് ശേഷം നിന്നെ വിളിക്കാനോ ഒന്ന് കാണാനോ കഴിയുന്നില്ല. കാണാൻ കഴിയാത്തുണ്ട്. ബാക്കി ഇപ്പോൾ 1 മാസത്തിൽ കൂടുതലായി ഒന്ന് വിളിക്കുകയോ കാണുകയോ ചെയ്തിട്ട്. കഴിഞ്ഞ 1 മാസക്കാലം എന്റെ എന്തടി അത് വായിച്ചപ്പോ നിനക്കൊരു ചിരി? പോങ്ങനാ? ആരൊക്കെ എന്നെ വിളിച്ചതാടി പോകാനെന്ന്? ആണാ? വായിക്കടി ഇങ്ങോട്ട്. കഴിഞ്ഞ 1 മാസക്കാലം എന്റെ രാത്രികൾ കാളരാത്രികളായിരുന്നു. നിനക്ക് ഞാൻ ഇന്ന് കുതിര രാത്രി ആക്കി തരാടാ. നിനക്ക് കാളരാത്രി ഇല്ലേ? 1 മാസം കൊണ്ട് നിനക്ക് കാളരാത്രി ഇല്ലേ? നീ അതിനകത്ത് എഴുതിയേക്കണ കാളരാത്രി എന്നല്ലേ എഴുതിയത്? പിന്നെ നീ ലെറ്റർ കൊണ്ട് കൊടുത്ത് എന്റെ ഭാര്യയുടെ പേരും വെച്ച് പോലീസുകാരനും വെച്ച് ഇത് എഴുതി ഈ ഒരു ഫോണും കൊണ്ട് കൊടുക്കണേ. മേഡം ബാക്കി വായിക്കറിയാം, ഞാൻ ഇപ്പൊ ശരിയായി തരാം. വായിക്കണൊക്കെ നിന്റെ ആ പോങ്ങൻ പോലീസുകാരൻ ഡ്യൂട്ടി ഇന്ന്. നിന്റെ ആ പോങ്ങൻ പോലീസുകാരൻ എവിടെയാണ് ഡ്യൂട്ടി ഇന്ന്? ഞാൻ എവിടെയാണെന്നല്ലേ? ഞാൻ പോങ്ങനില്ലേ? നിന്റെ ഫോൺ വാങ്ങിച്ച് അടിച്ച് പൊട്ടിച്ചപ്പം ഞാൻ പോങ്ങനില്ലേ? ബാക്കി വായിടി. ഇപ്പം നിനക്ക് ഞാൻ ഇതിനകത്ത് നിനക്ക് ഇടി അറിയാലോ? എൻ്റെ ഇടി അറിയാലോ? കൂമ്പടം ഇടിച്ചു വന്നിട്ട് അറിയാലോ? എന്തായാലും നമുക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു ചെറിയ ഫോൺ തരുന്നു. എടാ നീ അല്ല പറഞ്ഞ നിന്റെ ഫോണെന്ന്? നീ സംസാരിക്കാൻ വേണ്ടി നീ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലേ? എടാ അതിനകത്ത് എഴുതിയിട്ടുണ്ടോ? വായിട്ടേ ബാക്കി ഇതിൽ ഒരു പുതിയ സിമ്മ് വിട്ട് അതിന്റെ നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പൊ സിമ്മ് കൂടെ വാങ്ങിച്ചു തന്നില്ലേ? അപ്പൊ നിനക്ക് ബാക്കി വായിടി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ബാക്കി ബാക്കി ലെറ്റർ വായിച്ചതിന് ശേഷം ചിനുങ്ങാതെ വായടി. ലെറ്റർ വായിച്ചതിന് ശേഷം ഇത് ചവച്ചരച്ച് തിന്നണം. നീ ഇന്ന് ഫോൺ വാങ്ങിച്ചോണ്ട് കൊടുത്തു. നാളെ നീ എന്ത് വാങ്ങിച്ചോണ്ട് കൊടുക്കും? TV വാങ്ങിച്ചോണ്ട് കൊടുക്കൂ? ഫ്രിഡ്ജ് വാങ്ങിച്ചു കൊടുക്കൂ? ഒന്നുമില്ല. അപ്പൊ ഫോണില്ലെന്ന് പറഞ്ഞ ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ നീ ആരടാ? ഞാനല്ല, അത് വേറെ ആൾ തന്നു വിട്ടത്. സാറേ എന്നെ വെറുതെ വിടും? വിടൂല നിന്നെ. നിനക്ക് വിശക്കണേ ചോറ് ഞാൻ ഇപ്പൊ അകത്ത് കയറ്റി തരാം. സാറേ അടിക്കാനാണെങ്കിൽ വേണ്ട. അല്ല ബാ അകത്തോട്ട് കയറ്റി ചോറ് തരാം. എങ്ങനെ അടിക്കാനാ? വാടാ നീ അകത്ത് കയറ്റി ചോറ് തരാടാ നിനക്ക്. ബാ നീ. ഞാൻ ഇതെടുത്തോട്ട് എന്നെ വെറുതെ വിടും. ഞാൻ ചോറിലെടുത്തോട്ട് നിന്നെ. സാറേ എന്നെ വെറുതെ വിടും. എന്നെ വിടൂല അതിന്. No. ഇറങ്ങി വാടേ. വണ്ടി അങ്ങോട്ട് വെക്കട്ടെ. വണ്ടി ഒതുക്കട്ടെ. ആ സൈഡിലോട്ട് വെക്ക്. നിൽക്കി വണ്ടി ഇറങ്ങാം. അവിടെ ഇറങ്ങിയാൽ
അവിടെ നിന്ന് ഇറങ്ങും. വാ ഇറങ്ങടേ ഇങ്ങോട്ട്. ഇങ്ങോ ഇങ്ങോട്ട് ഇറങ്ങടേ. എടാ നീ എന്തിനു ബദിലടി ഓടിയാ? നിനക്ക് ചോറെല്ലാം റെഡിയാക്കി ഞാൻ അകത്തിരിക്കുന്നില്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതാരാണ് ഇപ്പൊ ഓട്ടം ഇപ്പൊ ഓട്ടം വണ്ടി പിടിച്ചെന്നാണ്? അപ്പൊ നീ ആരെ ഏജന്റായിട്ട് വന്നാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതാര്? പോയാ ഓടിപ്പോയാ? നിന്നെപ്പോലെ കള്ളം പറയണത്. ആള് പോയി. എടാ നിന്നെ പോലെ ബൈക്കിനെ കൊണ്ടാക്കി തന്നു പോയി. അപ്പൊ ഇത് ഏത് ഓട്ടോ പിടിച്ചു വന്നാണ് നീ? എവിടെ നിന്ന് ഓട്ടോ പിടിച്ചു? ഓട്ടോ പിടിച്ചിട്ട് നീ എന്റെ വായിക്കാത്ത തന്നെ വന്ന് കയറേണ്ട കാര്യം തരുന്നത് ഞാൻ ചോദിക്കണത്. നീ എനിക്ക് അതുവഴി പൊക്കൂടെ? വീണ്ടും നീ എന്റെ വായിക്കാത്തുനിന്ന് കയറും ഓട്ടോ പിടിച്ചോണ്ട് വന്നിട്ട്. അപ്പൊ നീ പറയണ അത്രയും കള്ളത്തിനല്ലേ? ഇതാരാണ്? ഇതാണ് റാമു. ഇവനാണ് നിനക്ക് ലെറ്റർ തന്നു വിട്ടത്. ഇവനാണ് ഫോൺ കൊണ്ടുവന്നത്. എന്റെ പേരെന്താ? എന്റെ പേരെന്താ? വിനീത്. ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമഡി പ്രോഗ്രാമാണ്. നീ നീയേ ഇതേപോലെ പെൺപിള്ളേർക്ക് ലെറ്റർ കൊടുക്കാനൊക്കെ വല്ലവരും വാങ്ങിച്ചോണ്ട് കൊടുക്കൂടാ നീ? കൊല്ലാണെന്ന് വിചാരിച്ച അയ്യോ. അപ്പോൾ ഇന്ന് നമുക്ക് പ്രാങ്കിന് ഇരയായത് വിനോദാണ്. പിന്നെ ഫ്രണ്ട്സ് ആല ആരെന്ത് പറഞ്ഞാലും അത് ആത്മാർത്ഥത്തോട് കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ്. അത് നിങ്ങൾ കണ്ടതാണ് സീനിൽ കൂടെ. എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ ഒരു പോലീസുകാരന്റെ ഭാര്യയ്ക്ക് ലെറ്റർ കൊടുക്കാൻ പോയത്? അത് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മനസ്സിന്റെ ഒരു ധൈര്യം കൊണ്ട് കൊടുത്ത് ഇതുപോലെ പുലിവാലുകളാവുമെന്ന് ഓർമ്മ വേണം. അപ്പോൾ എന്തായാലും വിനോദൻ, ഞങ്ങൾ ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം കേട്ടോ. അതുകൊണ്ട് ബിഗ് പ്രാങ്ക്സിന്റെ ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട്. ഗ്രേസൺ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കോണം വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. വിനോദ്, നമ്മുടെ ഷൂട്ടിൻ്റെ ഇടയിൽ ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. വിനോദ് പറഞ്ഞു ഞാൻ വികലാംഗനാണെന്ന് പറഞ്ഞു, എനിക്ക് 2-3 പ്രാവശ്യം അറ്റാക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, അല്ല വേറെ എന്തൊക്കെ അസുഖങ്ങൾ പറഞ്ഞു. ഇതെല്ലാം പോലീസ് പിടിച്ചു എന്ന് കണ്ടപ്പോൾ പറഞ്ഞതാണോ? അത് പറഞ്ഞതാണ്, അല്ലാതെ അസുഖമൊന്നുമില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഈ വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അങ്ങനെ പുറത്ത് ആൾക്കാർ കാണുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാണിക്കാമല്ലോ? കാണിക്കാം, ധൈര്യമായിട്ട് കാണിക്കാമല്ലോ? ധൈര്യമായിട്ട്. ഓക്കെ, 100% കാണിക്കാം. ഓക്കെ.